വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, അദ്ദേഹം പറയുന്ന പ്രസംഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും എണ്ണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, മാർപ്പാപ്പ ഈ കൊല്ലം ജൂബിലിയുടെ ഈ വർഷത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ ഒന്നാണ്. ബുധനാഴ്ചയാണ് ജനസഹസ്രങ്ങളെ മാർപ്പാപ്പ കാണുകയും അഭിവാദനം ചെയ്യുകയും മതബോധനം എന്ന പേരിൽ, വെനസ്ഡേ കാറ്റക്കസിസ് എന്ന പേരിൽ പ്രബോധനങ്ങൾ നൽകുന്നതും. ഈ കൊല്ലം ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭത്തിൽ തുടങ്ങിയത് സുവിശേഷത്തിലെ ചില സംഭവങ്ങൾ, ഉപമകൾ എടുത്ത് ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകാനാണ് ശ്രമിച്ചത്. ലയോ മാർപ്പാപ്പയും അത് തന്നെയാണ് തുടർന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, രോഗശാന്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലത് എടുത്ത് പറയുകയുണ്ടായി, പലത് പറഞ്ഞു. അതിൽ ഒരെണ്ണമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷമാണ് ആധാരമാക്കിയത് ഈ ചിന്തയ്ക്ക്. 5-ാം അധ്യായമാണ്, 21 മുതലുള്ള വചനങ്ങളാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. കേൾക്കുന്നത്, വചനം കേട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതാണല്ലോ കൂടുതൽ നല്ലത്. ഈശോ വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ ഈശോയെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചു മകൾ മരിക്കാറായിരിക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ എന്നാണ് അയാളുടെ പ്രാർത്ഥന. ഈശോ അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുക്കി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ ഈശോയെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തി ആയിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഈശോയാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയന്നു വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് ഈശോ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോകാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്തു പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു.
ഈശോ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികേ എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലീത്താക്കൂം എന്ന് പറഞ്ഞു. അത് തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുതേ എന്ന് ഈശോ അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സത്യത്തിൽ 3 സുവിശേഷങ്ങളും സമാന സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ 2 സംഭവങ്ങൾ ഒന്നിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശത്തിലേക്ക് കടക്കാം. പ്രത്യാശയുടെ അടയാളമായി ഈശോയുടെ രോഗശാന്തിയെക്കുറിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോയുമായുള്ളൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തി അവനിലുണ്ട്. നമ്മുടെ കാലത്തെ വളരെ വ്യാപകമായ ഒരു രോഗം ജീവിത ക്ലേശമാണ് മാർപ്പാപ്പ നിരീക്ഷിക്കുന്നത്. യാഥാർത്ഥ്യം നമുക്ക് വളരെ സങ്കീർണവും ഭാരമുള്ളതും അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളതുമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രഭാതത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമെന്ന വിശ്വാസത്തിൽ നമ്മൾ വിളക്കണച്ച് ഉറങ്ങുന്നു എന്ന് മാർപ്പാപ്പ പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ മറ്റുള്ളവർ നമ്മെ വിധിച്ച് മുദ്ര കുത്തുന്നത് നമുക്ക് തടസ്സമുണ്ടാക്കാറുണ്ട്. എന്നാൽ പോലും ഈശോയുമായി ചേർന്ന് നമുക്ക് അത് നന്നായി അതിജീവിക്കാൻ കഴിയും എന്ന സന്ദേശമാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ, നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന 2 സംഭവങ്ങൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉണ്ട് എന്ന് പാപ്പ ആദ്യമേ പറയുകയാണ്. 2 ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പരസ്പര ബന്ധിതമാണ്. രോഗബാധിതയായി കിടക്കയിൽ കിടക്കുന്ന 12 വയസ്സുള്ള ഒരു ബാലിക, കർത്താവ് ചെല്ലുമ്പോഴത്തേക്ക് അവൾ മരിച്ചിട്ടുണ്ട്. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ. ആ സംഭവമാണല്ലോ നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഈ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്കിടെ, 2 പേരും സ്ത്രീകളാണ് കഥാപാത്രങ്ങൾ, സൗഖ്യം ലഭിക്കുന്നവർ. സുവിശേഷകൻ ഈ ബാലികയുടെ പിതാവിനെ, അപ്പച്ചനെ അവതരിപ്പിക്കുന്നു. മകളുടെ അസുഖത്തെക്കുറിച്ച് പരാതിപ്പെട്ട് അയാൾ വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്, പ്രാഗിക്കൊണ്ട് അല്ലെ നിരാശപ്പെട്ടിരിക്കുകയല്ല മാർപ്പാപ്പ പറയുകയാണ്. മറിച്ച് പുറത്തു പോവുകയും സഹായം യാചിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മളും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിരാശപ്പെട്ടും കുറ്റം പറഞ്ഞും ഇരിക്കാതെ പുറത്തേക്ക് പോകാൻ കഴിയുക വളരെ പ്രധാനപ്പെട്ടതാണ്. സിനഗോഗിൻ്റെ ഭരണാധികാരി ആയിരുന്നിട്ടും, അധികാരമുള്ള ആളാണ്, വലിയ ആളാണ്, തൻ്റെ സാമൂഹിക സ്ഥാനത്തിൻ്റെ പേരിൽ അയാൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. പറഞ്ഞത് താൻ ഇന്ന ആളാണ്, അതുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. കാത്തിരിക്കേണ്ടി വരുമ്പോൾ കണ്ടോ, ഇടയ്ക്ക് മറ്റേ സ്ത്രീ കയറി വന്നത് കൊണ്ട് അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അക്ഷമനാകാതെ അയാൾ കാത്തിരിക്കുന്നു. ഇത് ഒരു വലിയ പ്രത്യേകതയായി മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ എന്തിന് ശല്യപ്പെടുത്തുന്നു എന്ന് അവർ വന്ന് പറയുമ്പോഴും അയാൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയുമാണ് ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ ഈ 2 സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പരിശുദ്ധ പിതാവ് പറയുന്നത്, നാം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നതാണ്. അത് വലിയ പ്രത്യാശയുടെ സന്ദേശമാണ്, നമുക്ക് അറിയാം. അപ്പോൾ ഈ പിതാവ്, ആ കുഞ്ഞിൻ്റെ പിതാവും ഈശോയും തമ്മിലുള്ള സംഭാഷണം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ വരുന്നത്. അവൾ അവിടുത്തെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. പ്രശ്നം, രക്തസ്രാവമുള്ള അവസരത്തിൽ സ്ത്രീ പുറത്തിറങ്ങാൻ പറ്റില്ല.
നിയമം അങ്ങനെയാണ്, കർക്കശമാണ്. ആരെയും തൊടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർ അശുദ്ധരാകും. രക്തസ്രാവ സമയത്ത് സ്ത്രീയും അശുദ്ധയാണ് എന്ന് ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അവനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചു വരേണ്ട, ആരും അറിയാതെ തനിക്ക് സൗഖ്യം കിട്ടണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൾ കർത്താവിൻ്റെ പക്കൽ വരുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ഈ സ്ത്രീ വലിയ ധൈര്യത്തോടെ അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അവളോട് അകലം പാലിക്കുകയും കാഴ്ചയിൽ നിന്ന് അകന്നു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിഞ്ഞിരിക്കാനും ഒറ്റപ്പെടാനുമാണ് അവൾ വിധിക്കപ്പെട്ടിരുന്നത്. ചില സമയങ്ങളിൽ നമ്മളും മറ്റുള്ളവരുടെ വിധിയുടെ ഇരകളാകാം. അവർ നമ്മുടേതല്ലാത്ത ഒരു പുറംകുപ്പായം നമ്മെ ധരിപ്പിക്കുന്നു. നമുക്കും സമൂഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം നാം കഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളും കാണും. മാർപ്പാപ്പ പറയുകയാണ്, ഈശോയ്ക്ക് തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസം അവളിൽ വളരാൻ തുടങ്ങുമ്പോഴാണ് ആ സ്ത്രീ രക്ഷയുടെ പാതയിലേക്ക് കടക്കുന്നത്. ഈശോയ്ക്ക് തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന ആ വലിയൊരു വിശ്വാസം അത് അവളിൽ രൂപപ്പെട്ടപ്പോഴാണ് അവൾ പുറത്തേക്ക് വരുന്നത് എന്നത് ഓർക്കുക. അതിനാൽ അവനെ തേടി പുറത്തേക്ക് വരാനും തിരിച്ചു പോകാനുമുള്ള ശക്തി അവൾ കണ്ടെത്തുന്നു. കുറഞ്ഞത് അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ഇതും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നത്. രോഗസൗഖ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതാണ് എന്ന് സുവിശേഷത്തിലെ സൗഖ്യദായകമായ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ചുറ്റും ഒരു വലിയ ജനക്കൂട്ടമുണ്ട്, നമ്മൾ കണ്ടു. അതിനാൽ നിരവധി ആളുകൾ അവനെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ല. അതേസമയം ഈ സ്ത്രീ അവനെ തൊട്ടപ്പോൾ അവൾ സുഖം പ്രാപിക്കുന്നു. എവിടെയാണ് ഈ വ്യത്യാസം ഇരിക്കുന്നത്? ഈ വ്യത്യാസം എവിടെയാണ്? നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ഭാഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ മാർപ്പാപ്പ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് ഉദ്ധരിക്കുകയാണ്. ജനക്കൂട്ടം ഉന്തിത്തള്ളുന്നു, വിശ്വാസം സ്പർശിക്കുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അഗസ്തീനോസ് പറയുന്നത് ജനക്കൂട്ടം ഉന്തിത്തള്ളുന്നു, തള്ളിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വിശ്വാസമാണ് സ്പർശിക്കുന്നത്. അത് ഇപ്രകാരമാണ്: നാം ഈശോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഓരോ തവണ ചെയ്യുമ്പോഴും അവനുമായി സമ്പർക്കം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഉടനെ അവൻ്റെ കൃപ അവനിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ രഹസ്യമായും യഥാർത്ഥമായും കൃപ നമ്മിലേക്ക് എത്തുകയും ക്രമേണ നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം കൃപ വരുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. പക്ഷെ അത് വരികയും നമ്മളെ ഉള്ളിൽ നിന്ന് പരിവർത്തനരാക്കുകയും ചെയ്യുന്നു. മാർപ്പാപ്പ ഇവിടെ പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നും ഈശോയുടെ ശക്തിയിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കാതെ വളരെ ഉപരിപ്ലവമായ യേശുവിനെ കുറിച്ച് ബോധശാസ്ത്ര വിജ്ഞാനത്തോടെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. പല ആളുകളും കർത്താവിനെ സമീപിക്കുന്നത് ഉപരിപ്ലവമായാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നാം ദേവാലയത്തിലൂടെ നടക്കുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം മറ്റെവിടെയോ ആണ്. അവിടെ നമുക്കറിയാം കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല എന്നതാണ് പ്രശ്നം. ഈ സ്ത്രീ നിശബ്ദയും അജ്ഞാതയുമാണ്. ഈ സ്ത്രീ തൻ്റെ ഭയത്തെ കീഴടക്കി രോഗം മൂലം അശുദ്ധമാണെന്ന് കരുതപ്പെട്ട തൻ്റെ കരങ്ങൾ കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ അവൾ തൊടുന്നു. അവൾക്ക് ഉടൻ സൗഖ്യം ലഭിക്കുന്നു. ഈശോ അവളോട് പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അതാണ് സംഭവിച്ചത്.
നമ്മളും അതുകൊണ്ട് കർത്താവിനെ തൊടേണ്ടത് വിശ്വാസത്തിലാണ്. വിശ്വാസമില്ലാത്തടത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നത് നമ്മൾ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പം ഇതിനിടയിലാണ് മകൾ മരിച്ചുവെന്ന വാർത്ത ആ പിതാവിന് ലഭിക്കുന്നത്, ജൈറസിന് ലഭിക്കുന്നത്. ഈശോ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. രണ്ടും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളാണ്. തുടർന്ന് അവിടുന്ന് അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയും എല്ലാവരും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത് കണ്ട് പറയുകയും ചെയ്യുന്നു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കുട്ടി കിടക്കുന്ന മുറിയിൽ പ്രവേശിച്ച് അവൻ അവളുടെ കരം പിടിച്ച് ആ കുഞ്ഞിനോട് പറഞ്ഞു, തലീത്താ കൂം, ബാലിക എഴുന്നേൽക്കൂ. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൻ എല്ലാ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മരണത്തിൽ നിന്ന് പോലും ഉണർത്തുന്നു എന്നതാണ് ഈശോയുടെ ഈ പ്രവൃത്തി നമ്മളെ കാണിക്കുന്നത്. രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുക മാത്രമല്ല, മരണത്തിൽ നിന്നും അവൻ രക്ഷിക്കുന്നവനാണ്, ഉണർത്തുന്നവനാണ് എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിത്യവാനായ ദൈവത്തിന് ശരീരത്തിൻ്റെ മരണം ഉറക്കം പോലെയാണ്. ദൈവത്തിന് ശരീരത്തിൻ്റെ ഉറക്കം പോലെയാണ് മരണം. യഥാർത്ഥ മരണം ആത്മാവിൻ്റേതാണ്. ഇതിനെയാണ് നാം എല്ലാവരും ഭയപ്പെടേണ്ടത്, പാപത്തെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ നരകത്തിൽ വിടാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ, ശരീരത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവനെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ് എന്ന കാര്യം നാം മറക്കരുത്. അവസാനത്തെ ഒരു വിശദീകരണമാണിത്. ഈശോ കുട്ടിയെ പുനർജീവിപ്പിച്ച ശേഷം അവൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ നൽകണമെന്ന് മാതാപിതാക്കന്മാരോട് പറയുന്നു. നമ്മുടെ മനുഷ്യരാശിയുമായുള്ള ഈശോയുടെ അടുപ്പത്തിൻ്റെ മറ്റൊരു വ്യക്തമായ അടയാളമാണിത് എന്ന് പാപ്പ നമ്മളെ ചൂണ്ടിക്കാട്ടുകയാണ്. എന്നാൽ നമുക്കത് ആഴത്തിലുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാനും സ്വയം ചോദിക്കാനും കഴിയണം. നമ്മുടെ കുട്ടികൾ പ്രതിസന്ധിയിലായിരിക്കുകയും ആത്മീയ പോഷണം ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ അത് അവർക്ക് എങ്ങനെ നൽകണമെന്ന് നമുക്കറിയാമോ? ഈ ചോദ്യത്തിന് ഒരു പ്രായോഗിക ചോദ്യം ഇന്ന് മാതാപിതാക്കന്മാരോട് മാർപ്പാപ്പ ചോദിക്കുന്നത് ഇതാണ്. കുട്ടികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്, ധാരാളം കുട്ടികൾ ഇന്ന് പ്രതിസന്ധിയിലാണല്ലോ. നമുക്കറിയാം, പലതിനും അടിമകളാണ്. നമുക്ക് അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയും പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആത്മീയ പോഷണം ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ അത് അവർക്ക് എങ്ങനെ നൽകണമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. സുവിശേഷം തരുന്ന പാഠങ്ങൾ ധ്യാന വിഷയമാക്കുക എന്നതാണ്. ഇന്നും കത്തോലിക്കരായ നമ്മളിൽ അനേകം ആളുകൾ സുവിശേഷം വേണ്ട രീതിയിൽ വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. വായിക്കുന്നവർ കൂടുതലുണ്ടെങ്കിലും ധ്യാനിക്കുന്നില്ലല്ലോ. അപ്പം ധ്യാനാത്മകമായി സുവിശേഷത്തെ കാണുമ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് ഈ സംഭവത്തെ മാർപ്പാപ്പ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ആണ്. രണ്ട് സ്ഥലത്തും സ്ത്രീകളാണ് എന്നതും നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണ്. സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ പിതാവ് ഇവിടെ ചൂണ്ടിക്കാട്ടിയില്ല. കാരണം ഒരു പ്രസംഗത്തിൽ എല്ലാ ആശയങ്ങളും അവതരിപ്പിക്കാൻ സാധിക്കില്ലല്ലോ, ആവശ്യവുമില്ല. നമുക്കറിയാം, സ്ത്രീകളുടെ രക്തസ്രാവം എന്ന് പറയുന്നത് അശുദ്ധമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവൾ അതുകൊണ്ടാണ് ഭയപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ആരും അറിയാതെ, അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവരശുദ്ധരായി എന്ന് വരാം, അശുദ്ധരാണ് അവരുടെ കാഴ്ചപ്പാടിൽ. അപ്പോൾ അത് ഭയങ്കരമായ ഒരു കുറ്റപ്പെടുത്തലിനും വിമർശനത്തിനും ഒക്കെ കാരണമാകാവുന്നതാണ്. അറിയാതെ വന്ന് വിശ്വാസത്തിൽ തൊട്ടു പോകുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ്? കാര്യങ്ങൾ അവളെ കൊണ്ട് വിവരിപ്പിക്കുകയാണ്. അവൾ ഭയന്ന് വിറച്ച് സംസാരിച്ചു എന്നാണല്ലോ നാം വായിച്ചത്. അവൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് ഒറ്റ കാര്യമേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോവുക.
ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. രക്തസ്രാവം ഒരു ശാരീരിക പ്രക്രിയയാണ്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, സ്ത്രീയെ അശുദ്ധയാക്കുന്നില്ല എന്നൊരു പാഠം നൽകാൻ കർത്താവ് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. പിന്നീട് കർത്താവ് കുളിക്കാൻ പോയി എന്നല്ല പറയുന്നത്, വീണ്ടും പോകുകയാണ്. ആ കുട്ടിയെ സുഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ അവളുടെ കൈക്ക് പിടിച്ച് അവളെ ഉണർത്തി എന്നും നാം വായിക്കുന്നുണ്ട്. ശവശരീരത്തെ തൊട്ടാൽ അശുദ്ധമാകുമെന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണത്, പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം. അവിടെയും കർത്താവ് അതല്ല അശുദ്ധമാക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം സ്ത്രീ ശരീരത്തെ തൊട്ടാൽ, സ്ത്രീകളുടെ ശവശരീരത്തെ തൊട്ടാൽ കൂടുതൽ അശുദ്ധമാകുമെന്ന ചിന്തയും എല്ലാം കർത്താവ് തൻ്റെ നിലപാടിലൂടെ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവിടുത്തെ ശക്തമായ പ്രബോധനമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തിന്മകളാണ്. അത് വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സുവിശേഷത്തിൻ്റെ കാതലാണിത്. നമ്മൾ കുഞ്ഞുങ്ങളെയും ധാർമ്മികമായി ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഇത് നമ്മളെ വിരൽ ചൂണ്ടുന്നുണ്ട്. മാർപ്പാപ്പ അവസാനിപ്പിക്കുകയാണ്, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ നിരാശയുടെയും നിരുത്സാഹത്തിൻ്റെയും നിമിഷങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. മരണത്തിൻ്റെ അനുഭവവുമുണ്ട്. എത്രയോ പേര് അവിടെയെല്ലാം എന്താ, നമുക്ക് ആ സ്ത്രീയിൽ നിന്ന്, ജൈറസിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് പോകാം, അതാണ് പ്രധാനം. രണ്ടു കൂട്ടരും ഈശോയുടെ അടുക്കിലേക്കാണ് വരുന്നത്. അവന് നമ്മെ സുഖപ്പെടുത്താൻ കഴിയും, അവന് നമ്മെ പുനർജീവിപ്പിക്കാനും കഴിയും. ഈ ഒരു വലിയ ബോധ്യമാണ് നൽകേണ്ടത്, വലിയ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മുടെ പ്രത്യാശയാണ് എന്ന് പറഞ്ഞാണ് മാർപ്പാപ്പ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. പ്രത്യാശയുടെ ഒരു വർഷത്തിൽ പ്രത്യാശയുള്ളവരായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു സന്ദേശവുമായി മാർപ്പാപ്പയുടേത് നമുക്ക് കണ്ടുമുട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മംഗളങ്ങൾ.